തള്ളെ കാണാനില്ല. കാരണം പർദ്ദയിട്ട കുറെ എണ്ണം അവിടെ ഉണ്ട്. ഏത് ഭൂതാന്ന് വിചാരിച്ചിട്ടാ പിടിക്കണത്? ഇമ്മാതിരിയൊക്കെ കാണിക്കുമ്പോഴേ പബ്ലിക്കിന്ന് ഈ വേഷം മാറ്റുക, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പബ്ലിക്കിൽ ഈ വേഷം വേണ്ട, ഞങ്ങൾക്ക് പേടിയുണ്ട്. അനന്തജ്യോതി എന്നാണ്. ഞാൻ ബസാൽ സ്കൂൾ പഠിക്കുന്നു. ഞാൻ ഹരിശ്രീ ഭജന സംഘത്തിലാണ് ഈ പാട്ട് പാടിയത്. എൻ്റെ പാട്ട് ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി. മധ്യത്തെ മംഗല്യരാവ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വളരെ സങ്കടം തോന്നിയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടിയിടയായി. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. ഇത് ഒരു ഹൈന്ദവ സഹോദരിക്ക് ലുലു മാളിലുണ്ടായ ഞെട്ടിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് അവർ വിവരിക്കുന്നത് കണ്ടു. അതിൽ തീർച്ചയായിട്ടും പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യാനായി എടുക്കുന്നത്. ഈ വീഡിയോയിൽ ഒരിക്കലും നമ്മുടെ കേരളത്തിലെ നല്ലവരായ ഹൈന്ദവ സഹോദരിമാരെ കുറിച്ച് ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത് എന്ന് ആമുഖമായി ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയുകയാണ്. കാരണം നമുക്ക് വീഡിയോ കാണുന്ന ഒരുപാട് നല്ല ഹൈന്ദവ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരെക്കുറിച്ചൊന്നുമല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഈ സ്ത്രീയുടെ ഈ വർത്തമാനം കേട്ടിട്ട് തീർച്ചയായിട്ടും ഒരാൾ പറയിപ്പിച്ചതാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഹൈപ്പ് കൊടുത്ത് നിങ്ങളെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, ആ സ്ത്രീയുടെ വീട്ടിനടുത്ത് അവർക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച്. നമുക്കത് കേൾക്കാം. എനിക്കൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ മദ്രസയിൽ പോണ രണ്ട് കുട്ടികള്, തൊപ്പി വെച്ച പിള്ളേര്, മദ്രസ എന്ന് ഞാൻ പറയാതാണ് കാര്യം, ആ മുസ്ലിം വേഷത്തെ രണ്ട് കുട്ടികള് എന്നെ കണ്ട് കൊഞ്ഞനം കുത്തി കേട്ടോ, റോട്ടിൽ വെച്ച് കൊഞ്ഞനം കുത്തി കാണിക്കും. അത് ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളല്ലേ, മദ്രസ പൊട്ടന്മാരായിട്ട് വളരാനുള്ള കുട്ടികളാണ്, സമ്മതിച്ചു. പക്ഷേ ഇന്നൊരു വയസ്സായ തള്ള പർദ്ദയിട്ട് മുഖക്കെ മൂടി വന്നിട്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും സത്യമാണ് എന്നുണ്ടെങ്കിൽ 100% തെറ്റാണ്. അതിനെ നമ്മൾ എന്നല്ല ആരും തന്നെ അംഗീകരിക്കുന്നില്ല. കുട്ടികൾ തീർച്ചയായിട്ടും മുസ്ലിം കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അദബാണ് ആദ്യം തന്നെ നമ്മൾ മദ്രസയിൽ പോയി പഠിക്കുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ അവരോടുള്ള പെരുമാറ്റവും അതുപോലുള്ള രീതികളാണ് നമ്മളെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റം അത്തരം കുട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ 100% തെറ്റാണ് എന്ന് ഞാൻ വീഡിയോൻ്റെ ആമുഖത്തിൽ തന്നെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷേ ആ സ്ത്രീ പറഞ്ഞ ഒരു കാര്യം 100% ഈ ഒരു കാര്യം കള്ളത്തരമാണ് എന്ന് എനിക്ക് തോന്നാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, ആ സ്ത്രീ പറയുന്നത് ഇത്തരം കുട്ടികളുടെ കാര്യങ്ങൾ കുട്ടികളല്ലേ, അത് വേണ്ട എന്ന് വെച്ചു. പക്ഷേ മദ്രസയിൽ പോയി പഠിക്കുന്നത് മദ്രസ പൊട്ടന്മാരാവാൻ വേണ്ടിയിട്ടല്ലേ എന്നുള്ള ഒരു ചോദ്യം സ്ത്രീയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഒരിക്കലും അതൊരു മതത്തെയും ആ മതം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തോടും ആ മതത്തോടും എല്ലാമുള്ള ഒരു അവഗണനയും അതുപോലെ തന്നെ ഒരു വെറുപ്പിൻ്റെയും രാഷ്ട്രീയമാണ് ആ സ്ത്രീ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഈ സ്ത്രീ പറയുന്നത് സത്യമായ കാര്യമല്ല എന്ന് തീർച്ചയായിട്ടും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. പക്ഷേ ആ കുട്ടികൾ അത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ഒരു മതത്തിനെയോ ആ മതത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയോ പഠിപ്പിക്കുന്ന ആ സ്ഥാപനത്തെയോ ഒന്നും തള്ളി പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഏതൊരു മതം എടുത്താലും അതിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ടാവും. പക്ഷേ പുഴുക്കുത്തു പോലെ ഒന്നോ രണ്ടോ ചെറിയ ചില കേസുകൾ തീർച്ചയായിട്ടും എല്ലാ മതത്തിലും ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒന്നോ രണ്ടോ കേസ് എടുത്തുകൊണ്ട് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ആ സ്ത്രീ ഒരു മദ്രസിനെ ഒന്നടങ്കം ആക്ഷേപിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി തീർച്ചയായിട്ടും സംഘപരിവാർ ശക്തികളുമായി ബന്ധപ്പെട്ട സൈറ്റുകളിലാണ് ഈ വീഡിയോ കാര്യമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അവരുടെ ഒരു സംഘടനയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത്തരത്തിൽപ്പെട്ട ചില ആൾക്കാർ തീർച്ചയായിട്ടും ഇസ്ലാമിനെതിരെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സർവ്വസാധാരണമാണ്. നമുക്കിപ്പോൾ ആരിഫ് ഹുസൈനെ പോലെ ചില മുസ്ലിം സംഘികൾ തന്നെ ഇസ്ലാമിനെതിരെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ TV ചാനൽ ചർച്ചകളിലെല്ലാം ഇരുന്ന് കുരയ്ക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അത്തരത്തിൽപ്പെട്ട ഒരു കുരയായിട്ട് മാത്രമേ ഞാൻ ഇതിനെയും കാണുന്നുള്ളൂ. ഇനി അതിനുശേഷം ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. തീർച്ചയായിട്ടും ഇതുകൂടി നിങ്ങൾ കേൾക്കണം. പക്ഷേ ഇന്നൊരു വയസ്സായ തള്ള പർദ്ദയിട്ട് മുഖക്കെ മൂടി വന്നിട്ട് എൻ്റെ കൂടെയുള്ള കുട്ടീൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നു. പൈസ കൊടുത്തിട്ട് കൊച്ചിൻ്റെ കയ്യിൽ പിടിപ്പിക്കുകയാണ് പൈസ ലുലുമാളിൽ. ഇതെന്താ
ഞങ്ങൾ ഓടിച്ചെന്നു ഈ തള്ള എന്താ ഈ ചെയ്തതെന്ന് കാണിക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോ തള്ളെ കാണാനില്ല. കാരണം പർദ്ദയിട്ട കുറെ എണ്ണം അവിടെ ഉണ്ട്. ഏത് ഭൂതാന്ന് വിചാരിച്ചിട്ടാ പിടിക്കണത്? ഇമ്മാതിരിയൊക്കെ കാണിക്കുമ്പോഴേ പബ്ലിക്കിൽ നിന്ന് ഈ വേഷം മാറ്റുക, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ. പബ്ലിക്കിൽ ഈ വേഷം വേണ്ട. ഞങ്ങൾക്ക് പേടിയുണ്ട്, മനസ്സിലായോ? ഓരോ വേഷം കൊണ്ട് നടക്കണേ. അപ്പോൾ ആ സ്ത്രീക്കുണ്ടായ മറ്റൊരു അനുഭവമാണ് ലുലു മാളിൽ പോയപ്പോൾ ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ കയ്യിൽ പ്രായമായ ഒരു മുസ്ലിം യുവതി പണം പിടിപ്പിച്ചു എന്നാണ് ഈ ചേച്ചി പറയുന്നത്. പക്ഷേ ഈ ഒരു സ്ത്രീ ഈ ഹിന്ദുവായ ഒരു സ്ത്രീയാണ്. ആ ഹിന്ദു സ്ത്രീ പറയുന്നത് തള്ള എന്നാണ്. ഈ സ്ത്രീയെ കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രായം യൗവനമാണ് എന്ന് തീർച്ചയായിട്ടും ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. തീർച്ചയായിട്ടും ആ കാണുന്ന യുവതി ധരിച്ചത് ഫർദയാണ്. മുഖം പോലും കാണാത്ത രീതിയിൽ മറച്ചിരിക്കുകയാണ്. അവരെയൊക്കെ കണ്ടാൽ പേടിയാവും എന്ന് കൂടി ആ സ്ത്രീ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ആ ഫർദയുടെ അകത്തുള്ള സ്ത്രീ ഇത്രയും വയസ്സായ ആളാണ് എന്നും അതുപോലെ തന്നെ മുസ്ലിമാണ് എന്നൊക്കെ എങ്ങനെയാണ് ഈ സ്ത്രീക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ആ സ്ത്രീ ആ കുട്ടിയുടെ കയ്യിൽ പണം കൊടുക്കുന്നത് ഈ സ്ത്രീ കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് അവിടെ പോയിട്ട് കൈയോടുകൂടി പിടിച്ചിട്ട് ആ സ്ത്രീയെ ചോദ്യം ചെയ്തില്ല? തീർച്ചയായിട്ടും ഒരു സംശയം നമുക്ക് തോന്നാവുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്തിനാണ് എൻ്റെ കുട്ടിയുടെ കയ്യിൽ പണം കൊടുത്തത് എന്ന് നേരിട്ട് പോയി ചോദിക്കുന്നതിന് പകരം ആ ഒരു സമുദായത്തിനെ മൊത്തം ആക്ഷേപിക്കുകയാണ്. പിന്നെ ആ കുട്ടിയുടെ കയ്യിൽ പണം കൊടുത്തിട്ട് ആ കുട്ടി വലുതാവുമ്പം ഇസ്ലാമിലേക്ക് പോകുമെന്നുള്ള പേടി കൊണ്ടാണോ എന്താണോ ആ സ്ത്രീ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലുലു മാളാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. പോലീസ് വന്ന് അവിടുത്തെ CCTV പരിശോധിച്ചതിന് ശേഷം അത്തരം മോശം പെരുമാറ്റങ്ങളോ അത്തരം വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടപടിയെടുക്കാനും അതുമായി മുന്നോട്ട് പോകാനും എല്ലാം ഇന്നത്തെ നിയമ സംവിധാനത്തിൽ നമുക്ക് കഴിയുന്നതുമാണ്. അതൊന്നും ചെയ്യാതെ ഒരു വീഡിയോ, അതും പബ്ലിക് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, അത് ഫേസ്ബുക്ക് പോലത്തെ മാധ്യമങ്ങളിലേക്ക് വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആധികാരികമായ തെളിവുകൾ കൂടി തീർച്ചയായിട്ടും പുറത്തു വിടുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് ഈ ലുലു മാളിൻ്റെ അധികൃതരോട് പറയാൻ. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ അങ്ങോട്ട് പുറത്തു വിടണം. അപ്പോൾ പൊട്ടുന്ന ഒരു നുണ മാത്രമാണ് ഇത്. നുണ ബോംബാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഫർദ കാണുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ പേടിയാവുന്നു. തീർച്ചയായിട്ടും ഈ ഡ്രസ്സ് തന്നെ ഇവിടെ നിരോധിക്കണമെന്നാണ് ഈ അമ്മച്ചി പറയുന്നത്. പക്ഷേ ഈ അമ്മച്ചിനോട് സ്നേഹപൂർവ്വം എനിക്ക് പറയാനുള്ളത്, ഭാരതം എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല. ഈ പറയുന്ന ചേച്ചിയുടെയുമല്ല, എൻ്റെയുമല്ല. ഈ രാജ്യത്ത് നാനാവിധത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട വേഷത്തിൽപ്പെട്ട എല്ലാവർക്കും അവരവരുടെ ജാതിയിൽ വിശ്വസിക്കാനും അവരവരുടെ ജാതി പറയുന്ന ഡ്രസ്സ് ധരിക്കാനും അവരവർക്ക് അറിയുന്ന ഭാഷകൾ സംസാരിക്കാനും എല്ലാത്തിനുമുള്ള അധികാരം നമ്മുടെ ഭരണഘടന നമുക്ക് മൗലികാവകാശമായി തന്നെ വെച്ച് തന്നിട്ടുണ്ട്. ആ ഒരു രാജ്യത്ത് എനിക്കും അതുപോലെ തന്നെ ഈ ഫർദയിട്ട സ്ത്രീകൾക്ക് ഫർദയിട്ട് നടക്കാനും ഞങ്ങൾക്ക് പേരിട്ട് നടക്കാനും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടുകുത്തി നടക്കാനും അതുപോലെ തന്നെ കാവി വസ്ത്രങ്ങൾ ധരിക്കാനും കാശിയായ വസ്ത്രങ്ങൾ ധരിക്കാനും എല്ലാത്തിനും നമ്മുടെ ഭരണഘടന നമുക്ക് അധികാരം വെച്ച് തരുന്നുണ്ട്. പിന്നെ ആരുടെയും ഔദാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും ഈ ഡ്രസ്സ് നിരോധിക്കണമെന്ന് പറയുമ്പോൾ ഭാരതം എന്ന് പറയുന്ന നാട്ടിൽ ഏതെല്ലാം ഡ്രസ്സുകൾ ഏതെല്ലാം മതക്കാർ ഏതെല്ലാം ജാതിയിൽപ്പെട്ട ആൾക്കാർ ധരിക്കുന്നുണ്ട് എങ്കിലും തീർച്ചയായിട്ടും അതെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വരണമെന്നാണ് സംഗിണിയായ അമ്മയോട് സ്നേഹപൂർവ്വം വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്. ഇനി ഇത്തരത്തിൽപ്പെട്ട ഈ കാഴ്ചകൾക്കെല്ലാം പുറമെ നമ്മുടെ മതത്തിൻ്റെ എല്ലാം ഐക്യം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരിമാരും കുട്ടികളും എല്ലാം നമ്മുടെ ഇടയിലുണ്ട്. അവരെ തന്നെ കണ്ടിട്ട് ഇത്തരം ചേച്ചിമാർ ഒന്ന് പഠിക്കണം. ഒരു മകൾ തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തിഗാനം പാടുന്ന ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അടുത്തിടെയാണ് മക്കത്തെ എന്ന് പറയുന്ന ഒരു പാട്ട് പാടിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. അതും അവരുടെ ദൈവത്തിനെ വിളിച്ച് പാട്ട് പാടുന്ന അതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആ മോളെ പാട്ട് പാടുന്നു. അത് മറ്റു മതത്തിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ ഐക്യവും എല്ലാം കാണിച്ചു തരുന്നതാണ്. നമുക്ക് ആ മോളെ ഒന്ന് പരിചയപ്പെടാം. ആ മോളുടെ വായിൽ നിന്ന് 2 വാക്ക് പാട്ട് കൂടി തീർച്ചയായിട്ടും നമുക്ക് കാണാം. അത് ഈ ചേച്ചിക്ക് ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കണം, അവർ കൂടി ഒന്ന് കാണട്ടെ. അനന്തജ്യോതി എന്നാണ്. ഞാൻ മേനോൻ ബസാൽദി സ്കൂൾ പഠിക്കുന്നു. ഞാൻ ഹരിശ്രീ ഭജന സംഘത്തിലാണ് ഈ പാട്ട് പാടിയത്. എൻ്റെ പാട്ട് ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി. മക്കത്തെ മംഗല്യരാവ് ഖദീജയ്ക്ക് കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ എല്ലാം പടച്ചോനോടോതി ഖദീജയും അലിയും ഒന്നായി 10 മാസം തികഞ്ഞല്ലോ പിറന്നവൾ പാത്തുമ്മ പെണ്ണ്.
നിങ്ങൾ കണ്ടു കാണും. ഇതും ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച മോളാണ്. വളരെ സന്തോഷവതിയായ മോളാണ്. തീർച്ചയായിട്ടും ആ മോൾക്ക് ഇനി ഭാവിയിൽ ഒരുപാട് പാട്ടുകളും അതുപോലെ തന്നെ നല്ല ഭാവിയും ഫ്യൂച്ചറും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അത് ഒരു മുസ്ലിം ഗാനം ആലപിച്ചത് കൊണ്ടല്ല, തീർച്ചയായിട്ടും നമ്മുടെ നാട് ഇങ്ങനെയാണ്, ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന നാടാണ്. ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ യാതൊരു വേർതിരിവുമില്ല. ആരെന്ത് നല്ല കാര്യം ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും സഹായിക്കുകയും അതുപോലെ തന്നെ സഹവർത്തിത്വങ്ങൾ കൈമാറുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇത്തരം ആൾക്കാർ അത്തരം നാട്ടിൽ വന്നുകൊണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ഇടയിൽ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഇത്തരത്തിൽപ്പെട്ട ചേച്ചിമാരെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.